അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഹലാലായ മാർഗത്തിലൂടെ എങ്ങനെ സമ്പത്തുണ്ടാക്കാൻ എന്നതിനെക്കുറിച്ചാണ്. പണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. പണമില്ലാതെ ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ കഴിയില്ല. എന്ത് കാര്യം ചെയ്യുമ്പോഴും എവിടെ പോകുമ്പോഴും പണമില്ലാതെ നമ്മുടെ കാര്യങ്ങൾ നടന്നു കിട്ടണമെന്നില്ല. മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമ്പത്ത് അത് അല്ലാഹു സുബ്ഹാനഹു തആല പൊരുത്തപ്പെട്ട സമ്പത്തായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല പൊരുത്തപ്പെട്ട ഹലാലായ സമ്പത്താണ് നമ്മുടെ കയ്യിൽ ഉള്ളതെങ്കിൽ അതുകൊണ്ട് ഇരുലോകത്തും പരലോകത്തും നമുക്ക് വിജയിക്കാൻ കഴിയും. നമ്മുടെ ഹലാലായ സമ്പത്തുണ്ടാകാൻ, നമ്മുടെ കയ്യിലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല പൊരുത്തപ്പെട്ട പണമുണ്ടാകാൻ നാം എന്താണ് ചെയ്യേണ്ടത്? മഹാന്മാരായ പണ്ഡിതന്മാർ അതിന് പല വഴികളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലൊരു വഴിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. മഹാന്മാർ പഠിപ്പിക്കുന്നു, ആരെങ്കിലും ഒരാൾ സൂറത്തുൽ ഇൻഷിറാഹ് 40 പ്രാവശ്യം എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഓതിയാൽ അവൻ പെട്ടെന്ന് സമ്പന്നനാവുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട സൂറത്തുൽ വാഖിയ. നാം എല്ലാവരും പാരായണം ചെയ്യുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ വാഖിയ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു, സൂറത്തുൽ വാഖിയ പതിവാക്കുന്നവർക്ക് ദാരിദ്ര്യമുണ്ടാകുകയില്ല, അവനിക്ക് പണത്തിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ 2 സൂറത്തുകൾ നാം പതിവാക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പണത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം കടന്നു വരില്ല. അപ്പോൾ എല്ലാവരും ഈ 2 സൂറത്തുകൾ പതിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും പെട്ടെന്ന് പൂർത്തിയാക്കി തരട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങളെല്ലാവരും എനിക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.